സംഖ്യാപുസ്തകം അധ്യായം 30. മോശ ഇസ്രായേൽ മക്കളുടെ ഗോത്ര പ്രധാനികളോട് പറഞ്ഞു, ദൈവം കൽപ്പിച്ചിരിക്കുന്ന കാര്യം എന്തെന്നാൽ, ആരെങ്കിലും ദൈവത്തിന് ഒരു നേർച്ച നേരുകയോ ഒരു വർജനവ്രതം ദീക്ഷിപ്പാൻ ശപഥം ചെയ്യുകയോ ചെയ്താൽ, അവൻ നേർച്ചയ്ക്ക് ഭംഗം വരുത്താതെ തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എല്ലാം നിവർത്തിക്കണം. ഒരു സ്ത്രീ ബാല്യപ്രായത്തിൽ പിതൃഭവനത്തിലിരിക്കുമ്പോൾ ദൈവത്തിന് ഒരു നേർച്ച നേർന്നു ഒരു വർജനവ്രതം നിശ്ചയിക്കുകയും അവളുടെ പിതാവ് അവളുടെ നേർച്ചയെയും അവൾ നിശ്ചയിച്ച വർജനവ്രതത്തെയും കുറിച്ച് കേട്ടിട്ട് മിണ്ടാതിരിക്കുകയും ചെയ്താൽ, അവളുടെ എല്ലാ നേർച്ചകളും അവൾ നിശ്ചയിച്ച വർജനവ്രതമെല്ലാം സ്ഥിരമായിരിക്കും. എന്നാൽ അവളുടെ പിതാവ് അവളുടെ എല്ലാ നേർച്ചയെയും അവൾ നിശ്ചയിച്ച വർജനവ്രതത്തെയും കുറിച്ച് കേൾക്കുന്ന ദിവസം അവളോട് വിലക്കിയാൽ അവൾ സ്ഥിരമായിരിക്കുകയില്ല. അവളുടെ പിതാവ് അവളോട് വിലക്കുക മൂലം ദൈവം അവളോട് ക്ഷമിക്കും. അവൾക്ക് ഒരു നേർച്ചയോ വിചാരിക്കാതെ നിശ്ചയിച്ചു പോയ വർജനവ്രതമോ ഉള്ളപ്പോൾ അവൾ ഒരുവന് ഭാര്യയാകുകയും ഭർത്താവ് അതിനെക്കുറിച്ച് കേൾക്കുന്ന ദിവസം മിണ്ടാതിരിക്കുകയും ചെയ്താൽ, അവളുടെ നേർച്ചകളും അവൾ നിശ്ചയിച്ച വർജനവ്രതവും സ്ഥിരമായിരിക്കും. എന്നാൽ ഭർത്താവ് അത് കേട്ട നാളിൽ അവളെ വിലക്കിയാൽ, അവളുടെ നേർച്ചയും അവൾ സ്വയം നിശ്ചയിച്ചു പോയ വർജനവ്രതവും അവൻ ദുർബലപ്പെടുത്തുന്നു. ദൈവം അവളോട് ക്ഷമിക്കും. വിധവയോ ഉപദേശിക്കപ്പെട്ടവളോ ചെയ്യുന്ന നേർച്ചയും വർജനവ്രതവും എല്ലാം അവളുടെ മേൽ സ്ഥിരമായിരിക്കും. അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് നേരുകയോ ഒരു വർജന ശപഥം ചെയ്യുകയോ ചെയ്തിട്ട് ഭർത്താവ് അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ മിണ്ടാതെയും അവളോട് വിലക്കാതെയും ഇരുന്നാൽ, അവളുടെ നേർച്ചകളെല്ലാം അവൾ നിശ്ചയിച്ച വർജനവ്രതവും എല്ലാം സ്ഥിരമായിരിക്കും. എന്നാൽ ഭർത്താവ് കേട്ട നാളിൽ അവയെ ദുർബലപ്പെടുത്തിയെങ്കിൽ, നേർച്ചകളോ വർജനവ്രതമോ സംബന്ധിച്ച് അവളുടെ നാവിന്മേൽ നിന്നും വീണതൊന്നും സ്ഥിരമായിരിക്കുകയില്ല. അവളുടെ ഭർത്താവ് അതിനെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ദൈവം അവളോട് ക്ഷമിക്കും. ആത്മതപനം ചെയ്യാനുള്ള ഏത് നേർച്ചയും പരിവർജന ശപഥവും സ്ഥിരപ്പെടുത്തുവാനോ ദുർബലപ്പെടുത്തുവാനോ ഭർത്താവിന് അധികാരമുണ്ട്. എന്നാൽ ഭർത്താവ് ഒരിക്കലും ഒന്നും മിണ്ടിയില്ല എങ്കിൽ, അവൻ അവളുടെ എല്ലാ നേർച്ചയും അവൾ നിശ്ചയിച്ച സകല വർജനവ്രതങ്ങളും സ്ഥിരപ്പെടുത്തുന്നു. എന്നാൽ കേട്ടിട്ട് കുറെ കഴിഞ്ഞ ശേഷം അവയെ ദുർബലപ്പെടുത്തിയാൽ, അവൻ അവളുടെ കുറ്റം വഹിക്കേണ്ടി വരും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും പിതാവിൻ്റെ വീട്ടിൽ കന്യകയായി കഴിയുന്ന മകളും പിതാവും തമ്മിലും പ്രമാണിക്കേണ്ടതിന് ദൈവം മോശയോട് കൽപ്പിച്ച ചട്ടങ്ങൾ ഇവയാത്രേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.